യുടെ ജലയാനങ്ങൾ തുഴഞ്ഞ് പ്രതീക്ഷയുടെ പുത്തൻ തുരുത്തുകളിലെത്തിച്ച കേരളത്തിന്റെ മഹാസൈന്യമായ മത്സ്യത്തൊഴിലാളികളുടെ അതിരറ്റ ധീരതയ്ക്കും അഗാധമായ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. All lights! Lights on, sir. Roll camera. Rolling, sir. Action! അല്ല, അത് എന്നോട് തന്നെ പറഞ്ഞതാ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വക്ര സൃഷ്ടിയിലേക്ക് സ്വാഗതം. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. കേരളത്തിൽ 5 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വികസന തുടർച്ചയ്ക്കായി ദാഹിക്കുന്ന അരൂരും അതിന്റെ ഭാഗമാവുകയാണ്. ഇതിന് മുമ്പ് നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയായ വേങ്ങരയിൽ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കുവാനും ഇടതുമുന്നണിയുടെ വോട്ട് നിലയിൽ വൻ വർധനവുണ്ടാക്കുവാനും ചെങ്ങന്നൂരിൽ സഖാവ് സജി ചെറിയാന് 20,956 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച് ചരിത്രം തിരുത്തിക്കുറിക്കുവാനും 54 വർഷത്തെ പാലായുടെ രാഷ്ട്രീയ അപ്രമാദിത്വം അവസാനിപ്പിച്ച് LDFന്റെ ശ്രീ മാണി സി കാപ്പന് മിന്നുന്ന വിജയം സമ്മാനിക്കുവാനും ജനങ്ങൾ തയ്യാറായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ജനകീയ സർക്കാരിന്റെ സമഗ്ര വികസനത്തിലൂന്നിയുള്ള അഴിമതി മുക്ത ഭരണത്തിനുള്ള വിലയിരുത്തലും അംഗീകാരവുമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇടതുമുന്നണിയും ഇന്ത്യയെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് രൂക്ഷമായ തൊഴിലില്ലായ്മയും വികസന മരവിപ്പിനും കളമൊരുക്കി കോർപ്പറേറ്റുകളുടെ കാൽപാദങ്ങളിൽ രാജ്യത്തെ അടിയറവ് വെച്ച് അന്ധമായ മതഭ്രാന്തിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ മറപിടിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദളിതരെയും മറ്റ് മതങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ വെമ്പുന്ന BJP നയിക്കുന്ന NDAയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ദുർനടപ്പിന്റെ കൂത്തരങ്ങാക്കി ദുർഭരണത്തിന്റെ അവസാന ആണിയും പാലാരിവട്ടം പാലത്തിൽ അടിച്ചിറക്കി മനസാക്ഷിക്കുത്ത് ലെവലേശമില്ലാതെ വീണ്ടും കള്ളച്ചിരിയുമായി വരുന്ന രാഷ്ട്രീയ കപടമുഖമായ കോൺഗ്രസ് നയിക്കുന്ന UDFും മത്സര രംഗത്തുണ്ട്. താൻ ആരാ? തന്നോട് തന്നെ താൻ ആരാന്ന് ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കറല്ലടാ. തിരുവണ്ടൂർ രാമകൃഷ്ണൻ. ഇതെന്താ തലയിൽ കൂടെ മുണ്ടക്കിട്ട് ഒരുമാതിരി? ഇതെന്ത് പറ്റി? ഈ മുണ്ടൊക്കെ തലയിലിട്ടുണ്ട് നടക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഈ ഇടതു മുന്നണി ഭരണത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ UDFക്കാരൊക്കെ തലയിൽ മുണ്ടിട്ടുണ്ടാണ് നടക്കുന്നത്. എന്താ കാര്യം? ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നില്ല. എന്നാലോ ഞങ്ങൾ വേണ്ട, ഒരിക്കലും പാടില്ല, തല പോയാലും ചെയ്യരുത് എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇവർ ചെയ്യുകയാണ്. എന്താ കാര്യം? അയ്യോടാ, അല്ല തിരുവണ്ടൂരെ, നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്ത പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എന്താ അത്? അഴിമതി. ഓ, അത് കൊള്ളാം. അല്ല, നിങ്ങൾ വേണ്ട, ഒരിക്കലും ചെയ്യരുത് എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തല്ലോ. അതെന്താ? വികസനം. അല്ലാതെന്താ? അയ്യോ, അതും കൊള്ളാം. ഇപ്പൊ തന്നെ ഈ അരൂരിലെ സ്ഥിതി നോക്ക്. എന്താ കാര്യം? ഇവിടുത്തെ മുൻ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട MP ശ്രീ ആരിഫ്, പൊതുമരാമത്ത് മന്ത്രി ശ്രീ G സുധാകരൻ, ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്, ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ P തിലോത്തമൻ, ഇവരൊക്കെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ? ഒരിക്കലും പാടില്ലായിരുന്നു. എന്താ തിരുവണ്ടൂരെ അവർ ചെയ്തതെന്താ? നല്ല റോഡുകൾ ഉണ്ടാക്കി. പൊട്ടിപ്പൊളിഞ്ഞ് കട്ടറുള്ള റോഡുകൾ ഏറെ ഉള്ളതായിരുന്നു നമ്മുടെ പൈതൃകം. ആ പൈതൃകം ഇല്ലാതാക്കി. ഞങ്ങൾക്ക് അത് സഹിക്കുന്നില്ല. ഓ ശരിയാ, പൈതൃകം ഇല്ലാതാക്കി. എല്ലായിടത്തും ഇപ്പോ നല്ല അടിപൊളി റോഡുകളാ. അത് പോട്ടെ, വേറെ എന്താ? പാലം. എന്താ കാര്യം? പെരുമ്പളം ദ്വീപിലേക്ക് പാലം പണിയാൻ തുടങ്ങുന്നു. പാലം പണിതാൽ ആ പാലത്തിലൂടെ നടന്നും വണ്ടിയിലൂടെ സഞ്ചരിക്കും.
അത് ശരിയാണോ? നമ്മുടെ ദ്വീപിനൊക്കെ ഒരു പൈതൃകമില്ലേ? അത് തകരുകയല്ലേ? നോക്ക്, തുറവൂർ പാലം, ഇവിടൊക്കെ ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ? നാട്ടുകാർ കണ്ടാൽ ഞങ്ങളെ തള്ളി വെള്ളത്തിടുകയല്ലേ? ഞങ്ങളെ കണ്ടാൽ ഞണ്ടുകൾ വന്ന് ഇറുക്കുകയും മുശി കുത്തുകയും ചെയ്യും. അപ്പൊ മീനുകൾ പോലും നിങ്ങളെ വെറുതെ വിടില്ല, അത്രയ്ക്ക് സ്നേഹമാ. കാരണം എന്താ? ഞങ്ങൾ പാലം പണിയാറില്ല. ഇനി അബദ്ധത്തിൽ പാലം പണിതു പോയാൽ അത് പാലാടിവട്ടം പാലമാകും. എന്താ കാര്യം? പൈതൃകം. ഓ ഇവിടുത്തെ സ്കൂളുകളുടെ കാര്യം നോക്ക്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടിവിയും ഒക്കെ ആയില്ലേ? ക്ലാസ് റൂം, ബാത്റൂം ആയില്ലേ? ബാത്റൂമോ? അല്ല, സ്മാർട്ട് റൂം. അത് തെറ്റാണോ തിരുവണ്ടൂരെ? നല്ലതല്ലേ? പൈതൃകം പോയില്ലേ? കാലൊടിഞ്ഞ ബെഞ്ചുണ്ടോ? ഇല്ല. 3 കാലുള്ള കസേരയുണ്ടോ? ഇല്ല. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിന്റെ പാകത്തുകൂടി പോയാൽ പിള്ളേർ കൊഞ്ഞനം കുത്തുക. കൊഞ്ഞനം ഇങ്ങനെ. പിന്നെ മറ്റൊരു കാര്യം അതീവ രഹസ്യമാണ്. ചില ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചാടാൻ നിൽക്കുക. എന്താ കാര്യം? എന്താ കാര്യം? താമരപ്പൂ. ഇവന്മാരെയൊക്കെ സോളോ ചെയ്യാണ് എന്റെ ദൗത്യം. സോളോയോ? ഓ, സോളോ അല്ല, പോളോ. പോളോയോ? ഓ, തെറ്റിപ്പോയി. ഫോളോ. അല്ല തിരുവണ്ടൂരെ, ആ കതർഷാളും ഇട്ട് മീശയും വെടിച്ചു വരുന്നത് തിരുവണ്ടൂരിന്റെ പാർട്ടിക്കാരൻ തന്നെയാണോ? ആ, തെക്ക് നിന്നൊരു തെമ്മാടി. ആ, ഞാൻ തിരിഞ്ഞു നിൽക്കാം. തിരിഞ്ഞു നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ തിരുവണ്ടൂരാണെന്ന് പറയണ്ട. ആ തിരുമണ്ട തിരൂര് മനസ്സിലാക്കട്ടെ. M-A-L-L-U, 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 L-A-L-A-L-A-L-A. എവിടെ പോകാൻ ഇറങ്ങിയതാണെന്ന് ഇപ്പൊ എനിക്കറിയണം. എന്താ കാര്യം? ചാടിപ്പോകുന്ന നിങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ നിൽക്കുകയാണ് ഈ തിരുവണ്ടൂർ രാമകൃഷ്ണൻ. Laparo Tamaco, Shelaco Gallio, Cranio, Lepsano, Trimfio, Timato Silfio Paramilito. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ തെറി വിളിക്കരുത്. ഇതിന്റെ അപ്പുറത്തെ വാക്കുകൾ പറയാൻ കഴിവുള്ളവനാണ് ഈ തിരുവണ്ടൂർ. അയ്യോ, അങ്ങയുടെ വാക്കുകളും ഉച്ചാരണവും കേട്ട് കേരളം കോരിത്തരിച്ചിരിക്കുകയല്ലേ. ഇനിയും കോരിത്തരിപ്പിക്കല്ലേ. തിരുവണ്ടൂർ, അദ്ദേഹം പറയട്ടെ. നിങ്ങളുടെ പാർട്ടിയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഏക വ്യക്തിയല്ലേ ഈ സജി തിരൂർ? അദ്ദേഹം പറയട്ടെ. ഇംഗ്ലീഷ് പോലും ഇയാൾ ഇപ്പൊ പറയുന്ന ഇംഗ്ലീഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് കേട്ട് നോക്ക്. അല്ല മിസ്റ്റർ തരൂർ, ഇപ്പോൾ താങ്കൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങൾക്ക് എന്താ ഒരു പുതുമ? Listen me, modify, modification, modifier, modifying, modulation, modish, modishness, modules. ഇനി ഫ്യൂ മലയാളം വേർഡ്സ് പറയാം. പറഞ്ഞോട്ടെ. മോഡി കൂട്ടുക, മോഡി പിടിപ്പിക്കുക, മോഡിയോടെ, മോഡിയിൽ, മോഡിയുടെ കൂടെ, മോഡി, മോഡി. കേട്ടോ കേട്ടോ, ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ചാട്ട ഉറപ്പായി. Wow! ഇവിടെ എന്താണ് ലൈറ്റും ക്യാമറയും ഒക്കെ? സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിൽ നമ്മുടെ 2 പയ്യന്മാരുണ്ട്. അവർക്കൂടി ഒരു ചാൻസ് കൊടുക്ക്, രക്ഷപ്പെടട്ടെ. അല്ല, അതാരാണ്? ഒന്ന് തിരുക്കുറൽ സൽമാൻ ഖാൻ. ദുൽഖർ സൽമാനാണോ? അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞോളൂ. മറ്റൊന്ന് ഭാഗവതം ഫാസിൽ. എന്റെ തിരുവണ്ടൂരെ, ഭാഗവതം ഫാസിലല്ല, ഫഗത് ഫാസിൽ. അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞോളൂ. Say Mr. Courtman. എന്താ വിളിച്ചത്? സോറി കോട്ടിട്ട ആൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ വെച്ച് അഭിനയിപ്പിക്കൂ. അവാർഡ് 10% ഷുവർട്ടി, ഉറപ്പ്. നേരാ. ഞങ്ങളുടെ രതീഷ് ചെന്നിത്തലയും തൊമ്മൻചാണ്ടി സാറും മല്ലപ്പള്ളിയും അധീരനുമൊക്കെ എന്താ നടന്മാര്. അഭിനയിച്ചെങ്കിൽ തള്ളുവല്ലയോ. നോ എസ്കേപ്പ്, ഒരു രക്ഷയുമില്ല. അയ്യോ സാറേ, അത്ര വലിയ നടന്മാരെയൊന്നും വേണ്ട. ഇത് ഒരു ചാനൽ പ്രോഗ്രാം അല്ലേ. ദേവി അത് ഈ ഫ്ലോറിൽ നിന്ന് ഒന്ന് മാറി തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ആയിക്കോട്ടെ. അല്ല, താനിതങ്ങോട്ടാ. ലുക്ക് മിസ്റ്റർ തിരുവണ്ടൂർ, നോക്കൂ, ലുക്ക് ദ ആ നീർച്ചാലിൽ വിടർന്ന് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയി വിരിഞ്ഞു നിൽക്കുന്ന ദാറ്റ് ലോട്ടസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്, ദ ബോംബാസ്റ്റിക്, എക്സ്പ്ലോസീവ് ലോട്ടസ്. ആ താമര അത് പറിച്ചെടുക്കാൻ എനിക്ക് ഈ ഡൊറൻഡോ ഡിങ്കോളാഫി മോഡിഫിക്കേഷൻ തോന്നുന്നു. കൺട്രി വിസ്വർക്കർ. ആഹാ, ഓഹോ, വെരി ബോൺഫിൽസ് താപന.
വെരി ഗ്ലാഡ് ടു യു. ആഹാ, ദാറ്റ് ഈസ് അവഞ്ചേഴ്സ്. വെരി ഗുഡ്. ഗംഗേ ഞാനിപ്പോ എന്നാ പറഞ്ഞേ തിരുവല്ലേട്ടാ പറ. അല്ല, താനിപ്പോ എന്നാ പറഞ്ഞേ? ഒരു മോഹം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അപ്പൊ ശരി, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്താ സാർ? ഓ, ആശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീ തൊമ്മൻചാണ്ടി സാറിനെ രാഷ്ട്രീയ നവരസങ്ങൾ പഠിപ്പിക്കുവാൻ എത്തുന്നത് ഉദയനാണ് താരം എന്ന സിനിമയിൽ നടൻ ശ്രീനിവാസനെ അഭിനയം പഠിപ്പിക്കാനെത്തിയ സാക്ഷാൽ പച്ചാളം ഭാസി തന്നെയാണ്. ആഹാ, ദേ പച്ചാളം വന്നു കഴിഞ്ഞു. നമസ്കാരം, ഞാൻ പച്ചാളം ഭാസി. ശ്രീ തൊമ്മൻചാണ്ടി സാറിനെ ചില രസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെ വല്ലതും നടക്കുമോ പച്ചാളം? അദ്ദേഹത്തെ കുറിച്ച് പറയാതെ തന്നെ അറിയാലോ. രാഷ്ട്രീയത്തിൽ കായംകുളം കൊച്ചുണ്ടിയ വെല്ലും, ചില വിഷയങ്ങളിൽ ലക്ഷണമൊത്ത പൂവൻ, കണ്ണുകൾ പാതി അടച്ച് ചുണ്ടുകൾ കൂർപ്പിച്ച് പിടിച്ച് ആ മുടിയിങ്ങോട്ട് രണ്ട് ആട്ടാട്ടി ജബ ജബ എന്ന് പറയുമ്പോ തന്നെ അറിയാലോ ആള് സകലകലാ വല്ലഭനാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരില്ല, പിന്നെ ഒന്ന് തൊട്ട് വിടണം മാത്രം. ആ പച്ചാളം, ഞാന് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. എന്തിനാ ബ്രേക്ക് മാത്രമായിട്ട് എടുക്കുന്നത്? ആക്സിലേറ്ററും ക്ലച്ചും കൂടി എടുത്തോ, ഒരു വഴിക്ക് പോകുമല്ലയോ. ഓ, ഈ തൊമ്മൻചാണ്ടി സാറ് എവിടെ പോയി കിടക്കുന്നു? ഹലോ, തൊമ്മൻചാണ്ടി സാറാണോ? അതെ, ഇതാരാണ്? ഞാൻ പച്ചാളമാണ്. പട്ടാളമോ? പട്ടാളം വരേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നെ പിടിക്കാൻ കേരള പോലീസ് വരുവാണെങ്കിൽ മാത്രമേ ഞാൻ കീഴടങ്ങും. അയ്യോ, പട്ടാളമല്ല, പച്ചാളം ഭാസി. നവരസങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ ഇങ്ങോട്ട് എത്തി. ആദ്യം കേട്ടപ്പോൾ ഒന്ന് പകച്ചു പോയി എൻ്റെ ബാല്യം. അയ്യോ പാവം. ഈ രസം ഉണ്ടാക്കാൻ അറിയാമോ? രസം ഉണ്ടാക്കുകയല്ലോ, ഉണ്ടാകുകയല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, ഈ രസക്കറി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ കുരുമുളകൊക്കെ ഇട്ട് കുറച്ച് രസമുണ്ടാക്കി വെച്ചേക്കണം. എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാട്ടെ. അത് ഞങ്ങളുടെ പാർട്ടിയിലുള്ള രതീഷ് ചെന്നിത്തല, മല്ലപ്പള്ളി ഹേമേന്ദ്രൻ, VM അധീരൻ, BT തോമസ് എന്ന് പറയുന്ന ചിലരൊക്കെ ഞങ്ങൾക്ക് കൂടി രസം വേണമെന്നും പറഞ്ഞ് വരും. അന്നേരം ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മുളക് വെള്ളം എടുത്ത് ഇവന്മാരുടെ തലവഴി ഒടിച്ചങ്ങ് വിട്ടേക്കണം. എങ്ങോട്ടേലും പോട്ടെ ഈ നാശങ്ങൾ. എന്തൊരൈക്യത! അല്ല, ഈ നവരസങ്ങൾ എന്ന് പറയുന്നത് 9 എണ്ണമേ ഉള്ളോ, അതോ അതിൽ കൂടുതലുണ്ടോ? അയ്യോ, നവരസങ്ങൾ എന്ന് പറഞ്ഞാൽ 9 രസഭാവങ്ങൾ എന്നാണ്. ഇനി അത് 18 തരണമെങ്കിൽ അങ്ങനെയും തരാം. വേണോ? എത്ര വേണേലും ആക്കിക്കോ. ഞാനിത് മുഴുവൻ പഠിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ ഇവന്മാരുടെ ഇടയിൽ നിന്ന് പിഴയ്ക്കാൻ പറ്റുകയില്ല. ഞാൻ ഉടനെ അങ്ങ് വരാം. എന്നാ വേഗം ഇങ്ങ് പോര്, കോരി അങ്ങ് തരാം. പതഞ്ജലി, ഭരതമുനി, ഇതാരാ ഈ വരുന്നേ? രതീഷ് ചെന്നിത്തലയല്ലേ? നമസ്കാരം. നമസ്കാരം, ഞാൻ രതീഷ് ചെന്നിത്തല. അയ്യോ, അറിയാം. പച്ചാള അല്ലേ? അല്ല, ചൂടുവെള്ളം. പച്ചാളം ഭാസിയല്ലേന്ന്? അതെ, പച്ചാളം ഭാസിയാണ്. ആഗമന ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ഞാനത് എപ്പോഴേ ചോർത്തി. ഞാനിപ്പോ വന്നത് എനിക്കും കൂടി കുറച്ച് രസം കിട്ടുമോന്നറിയാനാ. അയ്യോ, നേരത്തെ കലക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചാളം എന്താ പറഞ്ഞേ?
അല്ല, കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമല്ലേ അങ്ങയുടേത് എന്ന് ചോദിച്ചതാ. അത് വളരെ കറക്റ്റാണ്. പണ്ട് മുതലേ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ആരും എന്നെ തോപ്പിച്ചിട്ടില്ല. ചില വേദിയിലൊക്കെ കതർ ഷർട്ട് വിട്ട് കതർ മുണ്ട് കൊടുത്ത് ഗാന്ധി തൊപ്പിയൊക്കെ വെച്ച് ഞാൻ പ്രൈസ് മേടിക്കും. ചില വേദിയിലൊക്കെ കാക്ക നിക്കറ് വിട്ട് വെള്ള ഉടുപ്പുമൊക്കെ ഇട്ട് ദണ്ടും പിടിച്ചൊരൊറ്റ നിപ്പ. അങ്ങനെ ഞാൻ എത്ര പ്രൈസ് മേടിച്ചിട്ടുണ്ടെന്നറിയാവോ? ഓ, ഇത്ര ഭയങ്കരനാണെന്ന് അറിഞ്ഞില്ല. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത, എന്നെ ആർക്കും അങ്ങോട്ട് പിടികിട്ടത്തില്ല. അയാൾ തന്നെയാണോ ഇയാള്, ഇയാള് തന്നെയാണോ അയാള്, എവിടാ എന്തുവാ എപ്പോഴാ ആർക്കും അറിയത്തില്ല. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക, ഉൽപ്രേക്ഷ, അലങ്കാരം. പിന്നെ ആർക്കും അറിയത്തില്ല എന്നുള്ളത് തോന്നല. നാട്ടുകാർക്ക് മൊത്തം അറിയാം. അറിയാത്തത് പിള്ളച്ചന് മാത്രമാ. അറിയാത്ത പിള്ള അറിയുമ്പോ ചൊറിയും, ചൊറിയുമ്പോ അറിയും. എന്നാ പച്ചാളം, നവരസങ്ങൾ എന്നെയും കൂടെ പെട്ടെന്ന് പഠിപ്പിക്കേ. സോറി, നേരമില്ല. അതെ, നിങ്ങളുടെ എതിരാളി വന്നു കഴിഞ്ഞു. ആര്, തൊമ്മൻചാണ്ടിയോ? എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാകാനുള്ള എന്റെ മോഹം തല്ലിക്കെടുത്തുന്ന കടൽ കിഴവനാണ് അയാൾ. പഠിപ്പിച്ചോ. അയാളെ എല്ലാ അടവുകളും പഠിപ്പിച്ചോ. പക്ഷെ എല്ലാം ഒളിഞ്ഞു നിന്ന് ഞാൻ കാണും, കണ്ടു പഠിക്കും. എന്നിട്ട് ഞാൻ വരും. ലോകനാർക്കാവിൽ അമ്മയാണ്, ഉദയ സ്റ്റുഡിയോയാണ്, കുഞ്ചാക്കോ ബോബനാണ്. ഇത് സത്യം. വലിയ കള്ളന്മാരൊക്കെ വിദ്യ പഠിച്ചതേ ഒളിച്ചു നിന്ന കായംകുളം കൊച്ചുണ്ണിയും അങ്ങനായിരുന്നു. തന്നെ അല്ല, ഇതാര്? തൊമ്മൻചാണ്ടി സാറോ? വന്നാട്ടെ. On the floor baby, hit it hard baby, rock the body baby, പറ്റൂലെങ്കി പോടി. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ, എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the body baby, പറ്റൂലെങ്കി പോടി. എന്താ ഒരു പാട്ട്! കണ്ണുകളെ ഈറനണിയിക്കുന്ന അർത്ഥവത്തായ വരികൾ. കുടുക്ക് പൊട്ടിയ കുപ്പായം ഉടുത്തു പണ്ടണ കാലത്ത് മിടുക്കിപ്പെണ്ണ്, എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. ഓർമ്മകൾ മരിക്കുമ്പോ, ഓളങ്ങൾ നിലയ്ക്കുമ്പോ. പറഞ്ഞത് നേരാണ്. ഓർമ്മകൾ മരിക്കുന്നില്ല, ഓളങ്ങൾ നിലയ്ക്കുന്നില്ല. പക്ഷേങ്കിൽ ഈ അവസാനം പറഞ്ഞ ഈ മോ എന്ന് പറഞ്ഞത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, അത് എക്കോ, അനുരണനം. അത് കാര്യമാക്കണ്ട, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ പച്ചാളം ഭാസി. അറിയാം, ഞാനും ഒരു കലാ ആസ്വാദകനാണ്. ഓഹോ, പ്രാരംഭമായി അങ്ങയുടെ ചില ഇഷ്ടങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇഷ്ടപ്പെട്ട വിമാനത്താവളം? ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളം. ഇഷ്ടപ്പെട്ട പൂവ്? പാലപ്പൂവ്. ഇഷ്ടഭക്ഷണം? പാലപ്പവും പാലക്ക് പനീറും. ഇഷ്ടഗാനം? പാലവും നല്ല നടപ്പാലം. ഇഷ്ടപ്പെട്ട സിനിമ? പഞ്ചവടിപ്പാലം. എല്ലാത്തിലും ഒരു പാലം ഉണ്ടല്ലോ. എനിക്ക് പാലമെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഈ പാലത്തെ വെച്ചാണ് എന്നെ ഒരു കുഞ്ഞ് രക്ഷിച്ചത്. ഏത് കുഞ്ഞ്? ഇബ്രാഹിം കുഞ്ഞ്. എന്നിട്ട് ആ കുഞ്ഞിനിട്ട് തന്നെ പാലം വലിച്ചല്ലേ? എല്ലാം മനസ്സിലായി. എന്നാ പിന്നീട് നേരം കളയണ്ട, നേരെ നവരസങ്ങളിലേക്ക് കിടക്കാം. അങ്ങ് എന്നേക്കാൾ വലിയ നടനാണെന്നറിയാം, എങ്കിലും പറയാം, കഠിനമായ പഠനമാണത്. ശൃംഗാരം, കരുണ, ഹാസ്യം, വീരം, രൗദ്രം, ബീഭത്സം, ഭയാനകം, അത്ഭുതം, ശാന്തം. ഇത് കൂടാതെ ഞാൻ തന്നെ എൻ്റെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇതെല്ലാം സാധാരണ വോട്ടർമാരെ കാണുമ്പോൾ മുഖത്ത് മാറി മാറി തുളുമ്പി നിൽക്കണം. ആദ്യമായി ഒരു വോട്ടറെ കാണുമ്പോൾ വിരിയേണ്ട ഭാവമാണ് ശൃംഗാരം. ശൃംഗാരം എന്ന ഭാവം എന്നെ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എൻ്റെ ഓഫീസിൽ
24 മണിക്കൂറും ശൃംഗാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു കാലമായിരുന്നു. അതിന്റെ കേസ് ഇപ്പോഴും നടക്കുവാണല്ലോ. ആ ആ ആ ഏ എന്നാ ഇനി അടുത്ത ഭാവമാണ് കരുണം. ഓ ഓ കരുണം വേറെ ഒരു പേരും കണ്ടില്ലേ ഇതിനിടാൻ. യാതൊരു കാരണവശാലും ഞാനിത് പഠിക്കത്തില്ല. അല്ല, ഈ ഹാസ്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ രതീഷ് ചെന്നിത്തല കാണുന്നത് തന്നെ വലിയൊരു കോമഡിയാണ്. ഒരാവശ്യമില്ലാതെ ഒരു ഉടുപ്പും തയ്പ്പിച്ച അങ്ങിറങ്ങിയേക്കുക. അത് നേരെ നല്ല നിരീക്ഷണമാണവം. ഇനിയുള്ള രസങ്ങളെക്കുറിച്ച് ഞാൻ ലഘുവായൊരു വിവരണം തരാം. പറഞ്ഞോട്ടെ. വീരം, രൗദ്രം, ഭീവത്സം, ഭയാനകം, അത്ഭുതം, ശാന്തം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചെങ്ങന്നൂരിൽ ശ്രീ സജി ചെറിയാൻ ജയിച്ചപ്പോഴും പാലായിൽ ശ്രീ മാണി സി കാപ്പൻ ജയിച്ചപ്പോഴും അങ്ങയുടെ മുഖത്തും അങ്ങയുടെ കോൺഗ്രസ്സുകാരുടെ മുഖത്തും തുടിച്ചു നിന്ന ഭാവങ്ങളാണ് വീരം, രൗദ്രം, ഭീവത്സം, ഭയാനകം. പിന്നെ എങ്ങനെയാണ് LDF ജനഹൃദയങ്ങളിൽ ഇത്രയും സ്ഥാനം നേടിയത് എന്നോർക്കുമ്പോൾ മുഖത്ത് വിരിഞ്ഞ ഭാവമാണ് അത്ഭുതം. പിന്നെ കാവിലെ പാട്ട് മത്സരത്തിൽ തോറ്റു തുന്നമ്പാടി വാലും ചുരുട്ടി ഓടിയപ്പോ ശാന്തം. ഈ പഠിക്കുന്ന രസങ്ങളും ഭാവങ്ങളുമൊക്കെ സാധാരണ വോട്ടർമാരെ കാണുമ്പോൾ അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് അതും കൂടി ഒന്ന് പറഞ്ഞതാ പച്ചാളം. സാധാരണ വോട്ടർമാരെ കാണുമ്പോൾ ഈ രസങ്ങൾ ഓരോന്നായി മുഖത്തേക്ക് ആവാഹിച്ചെടുക്കണം. കണ്ണുകളിലേക്ക് ഉറ്റു നോക്കണം, കവിളുകൾ വിജൃംഭിച്ച് നിൽക്കണം, ചുണ്ടുകൾ കടേച്ചു പിടിക്കണം. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപടി കട്ടിപ്പൂടിടാ. ഇത് പശു ചാണകം ഇടുന്നത് പോലുണ്ട്. ഞങ്ങളുടെയും BJP-ക്കാരുടെയും മുഖത്ത് എപ്പോൾ നോക്കിയാലും ഈ ഒരൊറ്റ ഭാവം മാത്രമേ വരികയുള്ളൂ. എന്തായാലും പറഞ്ഞു തീർന്നില്ല. അതാ വരുന്നുണ്ട് 100 ആയസ്. അയ്യോ, ആരൊക്കെയായി വരുന്നത്? സുരേന്ദ്ര മോദിജി, വിദേശ സഹമന്ത്രി മുരളീധരൻ, വേറൊരാളും കൂടിയുണ്ടല്ലോ. കണ്ടങ്ങോട്ട് പിടിക്കുന്നില്ല. അത് നിങ്ങളുടെ ആളാ, രതീഷ് ചെന്നിത്തല. ഞങ്ങൾ ഈ കോൺഗ്രസിനെയും BJP-യെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അയാൾ. എന്നാലും ഈ പാലം വിട്ടുള്ള കളിയില്ല. ഓമൽ പക്ഷിനി വെൺമണി ചിറകിലക്കി ഇനിയെന്നും ഇവനോട് താഴാമോടി. മഞ്ഞുമാസത്തേരിൽ ഒന്ന് ചുറ്റാൻ പാടി ഹോയ്. മോദിജി ആയേ ആയേ. മോദിജിയെ പോലൊരു വ്യക്തി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അയ്യേ അയ്യേ എന്നൊക്കെയാണോ പറയുന്നത്? എന്തൊരു മോശമാണിത്. വന്നോളൂ വന്നോളൂ എന്ന് ഹിന്ദിയിൽ പറഞ്ഞതായിരിക്കും. അത് തന്നെ പച്ചാളത്തിന് മനസ്സിലായി. തനിക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ. മേരെ പ്യാരെ ദേശവാസിയോ മായോ ബഹനോം. എന്താ എന്തോ? അത് നിങ്ങളെ വിളിച്ചതല്ല. UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ പണിക്ക് വന്ന ഭായിമാരെയും അവരുടെ ഭാര്യമാരെയും വിളിച്ചതാ. മേരെ പ്യാരോ, അരേ പച്ചാളോ, നമസ്കാർ. മോദിജിക്ക് പച്ചാളത്തെ എങ്ങനെ അറിയാം? അയ്യോ, അദ്ദേഹം ഞാനും ഒക്കെ ഒരു ഫീൽഡിലുള്ളതല്ലേ, അഭിനയം. അദ്ദേഹം ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്? അഭിനയകലയുടെ കുലപതിയല്ലേ, രസങ്ങൾ അരച്ച് കലക്കി കുടിച്ച മഹാനടൻ. നമസ്തേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. കയ്യിന്ന് പോയി. അച്ഛാ അച്ഛാ. അച്ഛനോ? മുടി കുറച്ച് നരച്ചു എന്നുള്ളത് നേരാ. താങ്കളുടെ അച്ഛനാകാനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ഹിന്ദി അറിയത്തില്ല, ഒരു കുന്തവും അറിയത്തില്ല. അല്ല,
മോദിജിയോടും ഉരുളീധരനോടും ഒരു ചോദ്യം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണല്ലോ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്ത കുറ്റം. അതിന്റെ പേരിൽ ഇവിടെ വലിയ കോലാഹലമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാകും. പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങൾ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയല്ലോ. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ബില്ല് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാക്കാം. അപ്പൊ ഈ പ്രശ്നം തീരുമല്ലോ. പിന്നെ നിങ്ങൾ എന്താണ് ഒരു ബില്ലിലൂടെയോ അല്ലെങ്കിൽ ഒരു ഓർഡിനൻസിലൂടെയോ ഈ പ്രശ്നം പരിഹരിക്കാത്തത്? എന്തൊരു മണ്ടൻ ചോദ്യമോ പച്ചാളം ചോദിച്ചത്. ക്യാ മണ്ടൻ ചോദ്യം ഹേ. പറഞ്ഞു കൊടുക്കൂ മുരളീധര, പറഞ്ഞു കൊടുക്കൂ. ശബരിമലയിൽ എന്തു സംഭവിച്ചാലും ഞങ്ങൾക്കെന്താ? ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടാൻ വേണ്ടി വിശ്വാസികളെ പറ്റിക്കുന്നതല്ലയോ? ഞങ്ങൾ അങ്ങനെ പലതും ചെയ്യും. അതാണ് ഞങ്ങൾ BJP-ക്കാര്, അല്ലല്ല കോൺഗ്രസ്സുകാര്. അതാണ് അതങ്ങനെ തന്നെ. മനസ്സിലായോ പച്ചാളം? കൊള്ളാം. കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ തെരുവിലിറക്കിയിട്ട് അവരെ പറ്റിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നിൽക്കുക രണ്ട് പാർട്ടികളും. കഷ്ടം. അതിരിക്കട്ടെ, ഇന്ത്യൻ സാമ്പത്തിക മേഖല അപ്പാടെ തകർന്നു കിടക്കുവാണല്ലോ. ഇന്ത്യയുടെ കടം എങ്ങനെ പരിഹരിക്കും? അതിനുള്ള പണം എവിടുന്ന് കണ്ടെത്തും? നിസ്സാരം. നമ്മളെ കൊണ്ട് പറ്റും. നിസ്സാരം. ഇപ്പൊ കാണിച്ചു തരാം. നിസ്സാരം. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന കാശും എവിടെ പോയെന്നറിയില്ല. അയ്യോടാ, എന്റെ രൂപയും കാണാനില്ല. സാധാരണക്കാരന്റെ പോക്കറ്റ് ഞങ്ങൾ അടിക്കും. നിസ്സാരം. ഒത്തിരി കൊട്ടി ഘോഷിച്ചിട്ട് ചന്ദ്രയാൻ മേപ്പോട്ട് വിട്ടല്ലോ. അതിന്റെ സ്ഥിതി എന്തായി? ചന്ദ്രയാൻ രക്ഷപ്പെട്ട്. ആ കൈയൊന്ന് വിട്ടിരുന്നെങ്കിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ച വെച്ചേനെ. ഇയാൾ ഇതെന്തുവായി പറഞ്ഞു വരുന്നേ? മോശമാണല്ലോ. ചന്ദ്രയാൻ അങ്ങോട്ട് മാറിക്കണോ? ഞാൻ പറയും. ചന്ദ്രയാൻ ഊപ്പർ സേ എല്ലാം വീണ് തമിഴ് പിടി. രക്ഷപ്പെട്ട്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ദളിതർക്കും നേരെയുള്ള അക്രമങ്ങളിലും ആൾക്കൂട്ട കൊലപാതകങ്ങളിലും അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അതിലാ ഞങ്ങളാ കേസെടുത്ത് കഴിഞ്ഞു. ആൾക്കൂട്ട കൊലപാതകം ചെയ്തവരുടെ പേരിൽ അപ്പൊ കേസെടുത്ത് കഴിഞ്ഞോ? ആൾക്കൂട്ട കൊലപാതകം ചെയ്തവരുടെ പേരിലല്ല, അതിനെതിരെ പരാതി തന്നവരുടെ പേരിൽ. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, പ്രശസ്ത നടി രേവതി, മണിരത്നം, അങ്ങനെ 49 പ്രമുഖരുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. നിസ്സാരം. അതാണ് ഞങ്ങളെന്ന് പറയാതെ നമ്മളെന്ന് പറയൂ. അത് തന്നെ. ഒന്നാണ് നമ്മൾ. എന്തൊക്കെ ബഹളമായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ജെറ്റ് എയർവേസ് പൂട്ടി. എയർ ഇന്ത്യ വൻ നഷ്ടത്തിൽ. BSNL 54,000 ജീവനക്കാരെ ഒഴിവാക്കുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് 15,000 കോടി രൂപയുടെ നഷ്ടം. വീഡിയോകോൺ പൊളിഞ്ഞു. ടാറ്റ ഡോകോമോ ഇല്ലാതായി. എയർസെൽ നശിച്ചു. ONGC ഏറ്റവും മോശം അവസ്ഥയിൽ. രാജ്യത്തെ ഏറ്റവും വലിയ 36 കടക്കാർ തിരിച്ചടയ്ക്കാതെ പൊങ്ങി. പഞ്ചാബ് നാഷണൽ ബാങ്ക് അഴിമതി. മറ്റ് ബാങ്കുകൾ പാവങ്ങളെ പിടിച്ചു പറിച്ചിട്ടും തകർച്ചയുടെ വാക്കിൽ. രാജ്യത്തിൻ്റെ കടബാധ്യത 80 ലക്ഷം കോടി. റെയിൽവേ വിൽപ്പനയ്ക്ക്. റെഡ് ഫോർട്ട് അടക്കമുള്ള പൈതൃക സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക്. നോട്ടു നിരോധനത്തിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. 45 വർഷത്തെ ഏറ്റവും ഭീകര തൊഴിലില്ലായ്മ. ഏറ്റവും കൂടുതൽ സുരക്ഷാ സൈനികരുടെ മരണം. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി നിർമ്മാണം നിർത്തിവെച്ചു. ഇതൊന്നും കേട്ടിട്ടും ഒരു ഉളുപ്പും ഇല്ലാണ്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലോ. നിസ്സാരം. ഇനി കർണാടകയിലേക്ക് പോവുകയാണ്. അവിടെ പ്രളയം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പോലെയല്ല. എല്ലാവരുടെയും കയ്യിൽ അവിടുത്തെ മുഖ്യമന്ത്രി വടിയൂരപ്പ ഒരു സാധനം കൊടുത്തു. എന്തോന്നാ കൊടുത്തേ? ഒരു സാധനമാ. പിച്ചച്ചട്ടി.
ബൈ ബൈ. ബൈ. ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്. കുറുക്കന് സാക്ഷി ഒടുക്കുഴി. പറ്റിയ കൂട്ട്. അല്ല, നിങ്ങളുടെ പപ്പ പോനെന്തിയെ ആ ഗോകുൽ ഗാന്ധി ഇപ്പൊ കാണാനില്ലല്ലോ. എവിടാണെന്ന് ഒരു പിടിയുമില്ല. ചത്തോ അതോ ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പ്രധാനമന്ത്രിയാകാൻ പോയ പോക്കാണ്. എന്നിട്ട് ഇപ്പൊ കാണുന്നില്ല അല്ലയോ? പുള്ളിക്കാരൻ ചിലപ്പോ പ്രധാനമന്ത്രി ആയി കാണും. എവിടുത്തെ പ്രധാനമന്ത്രി? അങ്കമാലിയിലെ, കേട്ടിട്ടില്ലേ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. എന്തൊക്കെയായിരുന്നു? അമ്മയും പെങ്ങളും അളിയനും എല്ലാം കൂടെ ഇറങ്ങിയതാ മോദിജിയെ പിടിച്ചു കെട്ടാൻ. വയനാടൻ കാട്ടിൽ നിന്നും ഒരു പ്രധാനമന്ത്രി എന്നും പറഞ്ഞ് പോയതാ. അയാള് ഇപ്പോൾ ഏത് കാട്ടിലാണെന്ന് ആർക്കും ഒരു പിടിയില്ല. ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ തോറ്റോടുന്നവനല്ല, അതിനെ ധീരതയോടെ നേരിടുന്നവനാണ് യഥാർത്ഥ നേതാവ്. അറിയാവോ, തീരദേശങ്ങളെ വിഴുങ്ങിയ ഓഖി കൊടുങ്കാറ്റിലും കേരളത്തിൻ്റെ സകല സ്വപ്നങ്ങളെയും കടപുഴക്കി എറിഞ്ഞ മഹാപ്രളയത്തിലും വീണ്ടുമുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും എല്ലാം തകർന്നു പോയവരാണ് നമ്മൾ. എന്നിട്ടും ഇത്രയും വലിയ ദുരന്തത്തിലും നമ്മെ പരസ്പരം ചേർത്ത് പിടിക്കാനും നഷ്ടമായതെല്ലാം തിരികെ പിടിക്കുവാനും പഠിപ്പിച്ച് ഈ കേരളത്തെ വീണ്ടും പണിതുയർത്തുവാൻ നെഞ്ചു വിരിച്ചു നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവുണ്ട് നമുക്ക്. ആരാണെന്നറിയാവോ? രാജ്യത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിക്കുള്ള ദേശീയ പുരസ്കാരം നൽകി ഇന്ത്യ ആദരിച്ച ഇരട്ടച്ചങ്കൻ എന്ന എതിരാളികൾ പോലും വാഴ്ത്തുന്ന മുണ്ടയിൽ കോരന്റെ മകൻ ശ്രീ പിണറായി വിജയൻ. അതാണ് നേതാവ്, അതാവണം നേതാവ്. നമുക്ക് പല രാഷ്ട്രീയ വിശ്വാസങ്ങളും ഉണ്ട്. എന്നാൽ നല്ലത് ചെയ്താൽ അതാരായാലും അംഗീകരിക്കണം. അതുകൊണ്ട് ശ്രീ പിണറായി വിജയന് ഞാനും ഒരു കയ്യടി കൊടുക്കുക. ഈ പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? പറയാം. ക്ഷേമ പെൻഷനുകൾ കൂട്ടി, ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ കൊടുത്തു, സ്ത്രീകൾക്ക് ജോലിയിടങ്ങളിൽ ഇരിക്കാൻ നിയമം കൊണ്ടുവന്നു, സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കി, ആശുപത്രികൾ നവീകരിച്ചു, അഴിമതി ഇല്ലാതാക്കി, ജീവനക്കാർക്ക് ശമ്പളം കൂട്ടി, നിപ്പ വൈറസ് തുരത്തി, പ്രളയത്തെ നേരിട്ടു, പ്രളയത്തിൽ എല്ലാം നഷ്ടമായത് തിരികെ കൊടുത്തു, പ്രളയത്തിൽ പോയ വീട് കൊടുത്തു, പിന്നോക്കക്കാരെ പൂജയ്ക്ക് ശ്രീകോവിലിൽ കയറ്റി, പിന്നോക്കക്കാരെ ദേവസ്വം ബോർഡിൽ നിയമിച്ചു, കാടിന്റെ മക്കളായ ആദിവാസികൾക്ക് പോലീസിലും ഫോറസ്റ്റിലും ജോലി കൊടുത്തു, ആദിവാസി കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്ന വാഗ്ദാനം നടപ്പിലാക്കി, പാവപ്പെട്ടവന് ആനുകൂല്യം കൊടുത്തു, പട്ടികജാതിക്കാർക്ക് വീടും സ്ഥലവും കൊടുത്തു, വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് പണിത് കൊടുത്തു, റേഷൻ കടകൾ ഹൈടെക് ആക്കി, റേഷൻ കൂട്ടി നൽകി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കി, സപ്ലൈകോയിൽ വില കുറച്ചു, വീടുകൾ തോറും വൈദ്യുതി കൊടുത്തു, ബംഗാളികളെന്ന് മുദ്ര കുത്തിയ ഇതര സംസ്ഥാനക്കാർക്ക് ഫ്ലാറ്റ് പണിത് കൊടുത്തു, ചികിത്സാ സഹായം വീടുകൾ തോറും എത്തിച്ചു, പോലീസിനും അഗ്നിരക്ഷാസേനയ്ക്കും ആധുനിക രക്ഷാ ഉപകരണങ്ങൾ. ഇനി വളയിട്ട കൈകൾ സർക്കാർ വാഹനത്തിന്റെ വളയവും പിടിക്കും. ഇത്രയൊക്കെ പോരെ? അപ്പോൾ പച്ചാളത്തിന്റെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്? അരൂരിന്റെ മുൻ MLA-യും ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട MP-യുമായ ശ്രീ ആരിഫ് തുടങ്ങിവെച്ച വികസന വിപ്ലവങ്ങൾ തുടരാൻ ബഹുമാനപ്പെട്ട MP-യോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു ശക്തനായ ജനപ്രതിനിധിയെ വേണം. അല്ലാതെ വഴക്കും മക്കാണം സ്വാർത്ഥതയും മുഖമുദ്രയാക്കിയ വ്യക്തികളെ അല്ല. അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞാൽ അതാരാണ്? അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ
മനുഷ്യത്വത്തിന്റെ പ്രതീകമായൊരു വ്യക്തി. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും ഇപ്പോൾ ഫിഷറീസ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമെന്ന നിലയിലും DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായും CPIM ആലപ്പുഴ സെക്രട്ടേറിയറ്റ് അംഗമായും അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സ്വാന്തന പരിപാലന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായും യുവജനക്ഷേമ ബോർഡ് അംഗമായും ഈ നാടിന്റെ പുരോഗതിക്കും സാധാരണക്കാരനായ മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം മനു C. പുളിക്കൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2 വർഷം മുമ്പ് ആരംഭിച്ച ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ദിനംപ്രതി നൽകി വരുന്ന 4000-ഓളം ഭക്ഷണപ്പൊതികൾ ഇന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ നടപ്പാക്കി വരുന്നതിലും അരൂർ മണ്ഡലത്തിൽ അദ്ദേഹം പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്വാന്തന പരിപാലന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 700-ൽ പരം പാവപ്പെട്ടവർക്കായി നൽകി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതിയും 500-ഓളം കിടപ്പ് രോഗികളെ നിത്യേന ഭവനങ്ങളിലെത്തി പരിചരിക്കുന്ന പദ്ധതിയും നമുക്ക് ഏറെ അഭിമാനകരമല്ലേ? അങ്ങനെ സാധാരണക്കാരനെ അടുത്തറിയുന്ന നന്മയുടെ പ്രതീകമായ ഈ യുവാവായ ഈ ധീര സഖാവിനിരിക്കട്ടെ നമ്മുടെ ഓരോ വോട്ടും. നമ്മുടെ നാട്, അതിൻ്റെ അഭിവൃദ്ധി, ഉയർച്ച, വളർച്ച, ഇതിനായി ഇനിയെങ്കിലും നമുക്കൊന്ന് കൈകോർത്തൂടെ? എന്നാ പിന്നെ ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഞാനുമുണ്ട് കൂടെ. എന്നെ കൊല്ലല്ലേ. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്കൊരു അമ്മയുണ്ട്. എന്നെ കൊല്ലല്ലേ, അവർക്ക് ആരുമില്ലാതെ ആവും. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. തൊട്ടുപോകരുത്, അയാളെ തൊട്ടുപോകരുത്. ഇത് ഇന്ത്യയാണ്, സ്വതന്ത്ര ഭാരതമാണ്. ഇവിടുത്തെ സമാധാനവും സാഹോദര്യവും തകർക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഇത് വർഗീയവാദികൾക്ക് തീരെഴുതിയ ഭൂമിയല്ല, നമ്മുടെ മണ്ണാണ്, നാം പിറന്നു വീണ മണ്ണ്. സർവേപി സുഖിനാ സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാപനയാത്. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, എല്ലാവർക്കും ആയുരാരോഗ്യമുണ്ടാവട്ടെ, എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, ആർക്കും ദുഃഖം വരാതിരിക്കട്ടെ എന്നാർദ്രമായി ഉദ്ഘോഷിക്കുന്ന ആർഷഭാരതത്തിന്റെ ഹൃദയത്തുടുപ്പുകൾ അറിയാതെ സർവ്വതിലും ലയിക്കുകയും സർവ്വതിനെയും ലയിപ്പിക്കുകയും സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ധാരയാണ് ഹിന്ദുധർമ്മമെന്ന് തിരിച്ചറിയാതെ മറ്റു മതങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, ഭയപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് ഓടിക്കുവാൻ, അവരുടെ പൗരത്വം പോലും ഇല്ലാതാക്കി അനാഥ ജന്മങ്ങളാക്കി മാറ്റുവാൻ നിഷ്കളങ്കരായ യുവാക്കളെ അരുങ്കൊല ചെയ്തും സ്ത്രീകളെയും പിഞ്ചു പെൺകുട്ടികളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന RSS BJP സംഘപരിവാരങ്ങളുടെ നെറികെട്ട ഈ പേക്കുത്തുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണോ? കുൽഗോൺ, മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ഡൽഹി, കാശ്മീർ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സ്ത്രീ പീഡനങ്ങളുടെ ഹൃദയഭേദകമായ കാഴ്ചകളിൽ BJPയുടെ MPമാരും മന്ത്രിമാരും MLAമാരും പ്രതികളാണെന്നത് നമ്മെ വീണ്ടും നടുക്കുകയാണ്. നോട്ട് നിരോധിച്ചും GST നടപ്പാക്കിയും പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും നിത്യേന വില കൂട്ടിയും സാമ്പത്തിക രംഗം ആകെ താറുമാറാക്കി സാധാരണക്കാരനെ പിച്ചച്ചട്ടിയെടുപ്പിക്കുന്ന രാജാവ് നഗ്നനാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന സാംസ്കാരിക നായകരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തുറങ്കിലടയ്ക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി, ഉപജാപക സ്തുതിപാഠക വൃന്ദങ്ങൾ കണിഞ്ഞു നൽകിയ താരപരിവേഷങ്ങളിൽ ഇളകിമറിയുന്ന നരേന്ദ്രമോദി കൂടുതൽ രാജ്യങ്ങൾക്കെന്ന് നിർവൃതി അടയാവുന്ന തത്രപ്പാടിലാണ്. അവരുടെ അഹന്തകൾക്ക് കുടപിടിച്ച് മൗനവ്രതമരിക്കുന്ന കഴിവുകെട്ട കോൺഗ്രസുകാരാ നിങ്ങൾ. ഈ നാടിനെ വീതം വെച്ച് കീശ വിറപ്പിക്കുമ്പോ ഞങ്ങൾ പഞ്ചമുച്ചമടക്കി മിണ്ടാതിരിക്കണോ? ഇന്ദ്രപ്രസ്ഥങ്ങളെ ഇളക്കി മറിക്കുന്ന പ്രതികരിക്കുന്ന ജനതകൾ അരുവികളായി ഒഴുകിയെത്തി സാഗരങ്ങളായി അലയടിച്ചുയരുക തന്നെ വേണം. അതിനാൽ
അതിനായി LDF വീണ്ടും അരൂരിൽ വിജയിക്കണം. ഇതാ നെഞ്ചിൽ രണകുടീരങ്ങളെ അണിഞ്ഞ വാരിക്കുന്തങ്ങളാൽ ചരിത്രം ചമച്ച ചോര പടർന്ന വയലാറിൽ നിന്നും യുവജന പ്രസ്ഥാനങ്ങൾ അമരക്കാരനായി ഉള്ളിൽ വിപ്ലവത്തിന്റെ അണയാത്ത കനലുകളും അലിവിന്റെ വറ്റാത്ത ഉറവകളും പേറി ഒരാൾ, നമ്മുടെ സ്വന്തം മനു സി പുളിക്കൽ. മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു പേരായ മനുവിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി മനുവിനെ വിജയിപ്പിക്കൂ. അഭിനയിക്കുന്നവർ സ്റ്റാൻലി കോട്ടയം, ഉദയൻ കാരാപ്പുഴ, രഞ്ജൻ വാകത്താനം, ഷാനവാസ് ചങ്ങനാശ്ശേരി, വിഷ്ണു ജി യാദവ്, സനീഷ് മുഖശ്രീ.